നമസ്കാരം. നിരവധി വില്ലൻ കഥാപാത്രങ്ങൾ സമ്മാനിച്ച ബൈജു എഴുപുന്ന രണ്ടാമത്തെ സിനിമ കൂടെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. കൂടോത്രം എന്ന സിനിമ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളതും അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ചാണ്. കഥയിലെയും അവതരണത്തിലെയും പുതുമകളാൽ നിറഞ്ഞു നിൽക്കുന്ന കൂടോത്രം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ബൈജു എഴുപുന്നയാണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥി. നമസ്കാരം. ഇപ്പോൾ കൂടോത്രമാണ് എങ്ങും ചർച്ചയായിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള തിയേറ്ററുകളിൽ ഇപ്പോൾ ഈ ചിത്രം വിജയകരമായി തന്നെ പ്രദർശനം തുടരുന്നുമുണ്ട്. ഈ സിനിമ കൂടോത്രത്തിലേക്ക് അതിനു മുൻപ് ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുകയാണ്, ഈ സിനിമ എന്നുള്ളൊരു അഭിനയ മോഹം ഇതിലേക്ക് എങ്ങനെയാണ് ആദ്യമായി എത്തുന്നത്? ഈ ഒരു സിനിമാ മേഖലയോടൊരു ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ്? ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ എഴുപുന്നയില് എൻ്റെ അപ്പൻ ഒരു തിയേറ്റർ വെച്ചിരുന്നു, എഴുപുന്ന രേഖ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന മുതലേ എനിക്ക് സിനിമയും അല്ലെങ്കിൽ നാടകങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പഠിത്തത്തിൽ കുറച്ച് പുറകിലോട്ട് തന്നെയായിരുന്നു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയും ഈ നാടകവും ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ്. നാടകം എന്ന് പറയുന്നത് രാജൻ പി ദേവ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിലെ അപ്പൻ്റെ ഇളയ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ അമ്മാവനാണ്, അങ്കിളാണ്. അപ്പൊ അങ്കിളിന്റെ കൂടെ ഒരു വരവോടുകൂടി എനിക്കും നാടകത്തിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം തുടങ്ങി. അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ തിയേറ്ററിലെ സ്ക്രീനിൽ കയറണം എന്നുള്ള കുഞ്ഞിലേ ഉള്ള ഒരു ആഗ്രഹം ഞാൻ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ്, എന്നെ പഠിക്കാനായിട്ട് മാന്നാനത്ത് കൊണ്ട് കുട്ടികളുടെ ബെറ്റർ സ്റ്റഡീസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആക്കി. അവിടെ തോറ്റാൽ മാത്രമേ അത്രയും വലിയൊരു സ്കൂളാണ്. ഞാൻ കണ്ട സിനിമകളിലെ കഥ എഴുതി ഞാൻ മനഃപൂർവ്വം തോറ്റ് എൻ്റെ എഴുപതിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു. അപ്പം മുതൽ വീടും തിയേറ്ററും തമ്മിൽ അപ്പുറം ഇപ്പുറമാണ്. അന്നൊക്കെ ഈ തിയേറ്റർ ഡോറ് തുറന്നിടും 6 മണിയാകുമ്പോൾ കൂടുതൽ കാറ്റ് കയറാനായിട്ട്. ഞാൻ പഠിക്കാൻ ബുക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഈ നടന്മാരുടെ ശബ്ദമൊക്കെയാണ് എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സീനിലെങ്കിലും ഈ സ്ക്രീനിൽ കയറിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ. പിന്നെ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവസരങ്ങൾ ചോദിച്ചിട്ടുള്ള നടപ്പായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 89 ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. PG വിശ്വംഭരം സാറിൻ്റെ. അതിനു മുമ്പ് ധനുർവേദം എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു, പക്ഷെ അത് നിന്നുപോയി. എനിക്ക് MD ഔത്തണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ 300ാമത്തെ സിനിമയായിട്ട് കറക്റ്റ് കൂടോത്രം എത്തി നിൽക്കുന്നു. ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ആഗ്രഹം അതിൽ നിന്ന് മാറി ഞാൻ വേറൊരു ബിസിനസ്സിലേക്ക് പോയിട്ടില്ല ഇതുവരെ. എന്നെങ്കിലും എൻ്റെ ഒരു റൈറ്റ് ടൈം വരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് ടൈം വരും. അങ്ങനെ ഒരു റൈറ്റ് ടൈമിൽ കൊണ്ടുവന്ന് ദൈവം തന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന കൂടോത്രത്തിലെ വാവച്ചൻ എന്ന് പറയുന്ന ഇടുക്കിയിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. ആ വാവച്ചനെ ഞാൻ തന്നെ സംവിധാനം കൂടെ ചെയ്യുക എന്നുള്ളത് റിസ്ക് ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ബൈജു എഴുപുന്ന എന്ന് പറഞ്ഞൊരു ഡയറക്ടർ സംവിധാനം ചെയ്ത് വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എന്താ പറയാ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാടുണ്ട്. ബൈജു ഏട്ടൻ അല്ലെങ്കിൽ ബൈജു എന്നെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോട്ട് എത്തും എന്ന് കരുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. സിനിമയിൽ 70 സ്റ്റേഷനിൽ, കേരളത്തിലുള്ള 70 സ്റ്റേഷനിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുടുംബ പ്രേക്ഷകര് അത് ഏറ്റെടുത്തു. തിയേറ്ററിലോട്ട് നല്ല ഫാമിലി ക്രൗഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയില് ഒരു മിത്ത്, ഹൊറർ, ഫാമിലി, ഇമോഷണൽ, ഹൊറർ, പിന്നെ അങ്ങനെ 32 ആർട്ടിസ്റ്റ് ഉണ്ട് എന്നോടൊപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയാമെങ്കിൽ അങ്ങനെ ഒരു മൂഡിൽ ഒരു ഫീലിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി തിയേറ്ററിൽ ആള് വന്ന് നിറയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പ്രേക്ഷകരെ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എന്നാൽ മാത്രമാണ് ഈ ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പ്, അത്രയും ഇതുണ്ടാക്കിയെടുത്ത ഒരു വർഷമായിട്ട് വേറെ ഒരു സിനിമയിലും പോകാതെ അത്രയും മാത്രം ഇത് ചെയ്തുണ്ടാക്കി കൊണ്ടുവന്ന ഒരു സിനിമയാണ് കൂടോത്രം. ഈ കൂടോത്രം എന്ന് പറയുന്നത് താങ്കളുടെ രണ്ടാമത്തെ സംവിധാന ചിത്രമായിരുന്നല്ലോ. അപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ സിനിമയിൽ നിന്ന് ആദ്യമായി സംവിധാനം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ അതൊക്കെ കൂടുതൽ ബെറ്റർ ആക്കാൻ നോക്കില്ല. അങ്ങനെ എടുത്തിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും 11 വർഷം മുമ്പ് ഞാൻ KQ എന്ന് പറഞ്ഞ സിനിമ ഞാൻ സംവിധാനം ചെയ്യുന്നത്. അത് നിർമ്മാണവും സംവിധാനവുമായിരുന്നു അതിനകത്ത്. ഇതും നിർമ്മാണവും സംവിധാനവും ഇതിനകത്തൊരു പ്രധാന കഥാപാത്രവും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ 13 വർഷം എന്തുകൊണ്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ ടൈം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അതിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഹീറോ എന്നുള്ള വലിയൊരു ഇമേജ് ഉള്ള ഒരു ഹീറോ വേണമെന്നില്ല. ഇന്ന് കണ്ടന്റാണ് പ്രേക്ഷകർ ഏറ്റവും നല്ല കണ്ടന്റുകൾ സ്വീകരിക്കുന്ന ഒരു കാലമാണ്. കാര്യം അതിൽ അഭിനയിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല കണ്ടന്റ് ആണ് അത്. അവർക്ക് ഇമോഷണൽ കണക്ട് ആവുന്ന ഒരു കണ്ടന്റ് കൂടെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കും എന്ന് എനിക്കറിയാം. ഞാൻ 14 സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണ് ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്യാം അല്ലെങ്കിൽ നിർമ്മിക്കാം എന്നൊരു തീരുമാനമെടുത്തത്. കാരണം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും കാണുന്ന ഒരു സിനിമ ആവണം ഇന്ന് ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. കാര്യം തിയേറ്ററിലോട്ട് എത്ര നല്ല സിനിമകളാണെങ്കിലും തിയേറ്ററിലേക്ക് ഓഡിയൻസ് എത്തിപ്പെടുക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നോക്കിയെടുത്തു. പിന്നെ അത് ഇടുക്കി ഇതുവരെ കാണാത്ത ഒരു ലൊക്കേഷനാണ്, മലയാളികൾ കാണാത്ത ഒരു ലൊക്കേഷനാണ് കഞ്ഞിക്കുഴി. വെള്ളിമല എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ തിയേറ്ററിൽ പടം കാണുന്ന ആൾക്കാർ ആദ്യം പുറത്തിറങ്ങിയാൽ ഈ വെള്ളിമലയിൽ പോകണം എന്ന് കരുതി തീരുമാനമെടുത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ ഈ 13 വർഷത്തെ ഗ്യാപ്പ് അങ്ങനെ ഒരു സബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് ബെസ്റ്റ് ടൈം എന്നുള്ളത് ഞാൻ നോക്കിയിരിക്കുന്നു. കാര്യം നല്ല സിനിമകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം കളക്ഷൻ ഇല്ലെങ്കിലും അറിഞ്ഞ് കയറി വന്ന ഒരുപാട് ഹിറ്റായ ഒരുപാട് സിനിമകളുണ്ട്. 15 സിനിമകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസായത്. അതിൽ തിങ്ങപ്പെട്ടു അല്ലെങ്കിൽ നിരക്കപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെത്. ഇപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ മുതൽ കളക്ഷൻ എല്ലാ സ്ഥലങ്ങളിലും കയറി ഫാമിലി ഓഡിയൻസ് അത് ഏറ്റെടുത്തു. കാണുന്നവരെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഇതിനകത്ത്. അങ്ങനെയാണല്ലോ കാര്യം. അങ്ങനെ പ്രേക്ഷകർ പറഞ്ഞ് പോയി കണ്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ കൂടുതലൊക്കെ ആൾക്കാർ വരുന്നു. ഈ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് ഈ വില്ലൻ കഥാപാത്രം ആണല്ലോ. അപ്പോൾ അതിൽ നിന്നും ഈ നായക കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോഴുണ്ടായൊരു ഫീൽ അതെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സിനിമയിലെ വില്ലൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 100 സിനിമകളോളം ഞാൻ വില്ലന്റെ സഹായിയും വില്ലനുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു ടൈപ്പ് ആക്കപ്പെടുക. നമുക്കെപ്പോഴും ഒരു ക്യാരക്ടർ തന്നാൽ മാത്രമാണ്. എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളൊരു ക്യാരക്ടർ ഒരു ഒറ്റ സീനിലുള്ള ചിറ്റപ്പൻ എന്ന് പറഞ്ഞ ഒരു സീനേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നറിഞ്ഞത് കൊണ്ടാണ് എനിക്ക് 10ഓളം സിനിമകൾ എനിക്ക് വന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഞാനൊരു ടൈമിൽ വിശ്വസിക്കുന്നു. നമ്മുടെ റൈറ്റ് ടൈം ആകുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് ബന്ധപ്പെടും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംവിധായകനായ ബൈജു എഴുപന്ന സംവിധാനം ചെയ്തൊരു വാവച്ചനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് പറയാനുള്ളത്. കാര്യം അത് എന്താ പറയുക, അപ്പോൾ ആ ക്രെഡിറ്റും കൂടെ ദൈവം ചിലപ്പോൾ അങ്ങനെ തന്നതാവാം. ബൈജു എഴുപന്ന എന്ന് പറഞ്ഞൊരു സംവിധായകൻ വാവച്ചൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്യാനായിട്ട് അയാൾക്ക് മാക്സിമം ഫ്രീഡം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ അഭിനയിച്ചിരിക്കുകയല്ല. വാവച്ചൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം അഭിനയിച്ചിരിക്കുകയല്ല, അയാൾ ജീവിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഡയറക്ടർ എന്നുള്ള ഈ ബൈജു എഴുപന്ന കൊടുത്ത ഫ്രീഡവും ആസ് എ പ്രൊഡ്യൂസർ ഞാനും കൂടെ ആയതുകൊണ്ട് മാക്സിമം കൊടുത്ത ഫ്രീഡം കൊണ്ടാണ് ആ ക്യാരക്ടർ അത്രയും മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടാനും അവരുടെ ഉള്ളിൽ വാവച്ചൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രയെ കൊണ്ടുവരുന്നത്. എന്നോട് പല അച്ഛന്മാരും അതായത് അപ്പന്മാരും വിളിച്ചു പറഞ്ഞു ഞങ്ങളെ കരയിപ്പിച്ചുള്ളതാണെന്ന് പറഞ്ഞു. കാര്യം എന്നെപ്പോലെ കാണുന്ന ഒരു വാവച്ചൻ അവരിൽ ഒരാളുണ്ട്. പിന്നെ പെൺകൊച്ചുങ്ങൾ, പെൺമക്കൾ, എനിക്കൊരു മോളാണ്. പെൺമക്കൾക്കുള്ള അച്ഛന്മാരൊരു പെയിൻ ഉണ്ട്, അത് ഈ സിനിമയിലുണ്ട്. എങ്ങനെയാണ് ഈ പെൺമക്കളുമായിട്ട് ഒരു അച്ഛനുമായിട്ടുള്ള ബന്ധം, അത് ഏതെല്ലാം രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അയാൾ ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ നേരെ ഇട്ട് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വലിയ മെസ്സേജ് ഉണ്ട്. പിന്നെ പെൺമക്കൾക്ക്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് കാവലുണ്ടെങ്കിലും സ്വയം രക്ഷ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അതിനുള്ള മോട്ടിവേഷനും അതിനുള്ള പല പരിപാടികളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലെ എൻ്റെ മക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഫാമിലിയായിട്ട് കണക്റ്റ് ആവുന്നു എന്നുള്ളതും കൂടെയാണ് ഈ പടത്തിൻ്റെ വലിയ വിജയം. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിറങ്ങിയവരൊക്കെയും പറയുന്നത് ഈ ബൈജു എഴുപന്ന എന്ന വ്യക്തിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ വാവച്ചൻ കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ്. അതേസമയം തന്നെ ഈ സിനിമ കാണാതെയുള്ള അഭിപ്രായങ്ങളും വരുന്നില്ലേ? കാണാതെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും വരുന്നില്ലേ? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തന്നെ ഞാൻ എപ്പോഴും സങ്കടങ്ങൾ സന്തോഷമാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 36 വർഷവും ഈ കുഞ്ഞ് ഒരു സീനിലും ഡയലോഗ് ഇല്ലാത്ത 100 സിനിമകളിലും അഭിനയിച്ചിട്ടും ഇന്നും 36 വർഷമായിട്ട് ഞാൻ അതിന് കൈവിടാണ്ട് അല്ലെങ്കിൽ എനിക്ക്
ഒരു സമയം വരും എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും വിശ്വാസം തന്നെയാണ് എന്നെ നയിച്ച് മുമ്പിലേക്ക് കൊണ്ടുവരികയും ആരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓൺലി ഫോർ സപ്പോർട്ട് ടു മൈ വൈഫ് ഈസ് മൈ ഹീറോ എന്ന് ഞാൻ എപ്പോഴും പറയും. എൻ്റെ ഭാര്യയാണ് എൻ്റെ ഹീറോ. അപ്പോൾ അവള് മാത്രമായിരുന്നു എനിക്ക് ഇതുണ്ടായ കാര്യം. വലിയ ബിസിനസ് ഫാമിലിയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പല ബിസിനസ്സുകളും നോക്കാതെ സിനിമ എന്ന് പറയുമ്പോൾ ഈ ചെയ്തു വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഈ അടികൊള്ളലും തല്ലുകൊള്ളലും പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇടം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ട്. ഒരു ആക്ടറെ സംബന്ധിച്ച് അയാൾക്ക് മാക്സിമം പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ വന്നാൽ മാത്രമേ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പെർഫോം ചെയ്ത് ആ ഒരു വലിയ ഒരു ഇതിലേക്ക് നിൽക്കുമ്പോൾ ഇതുപോലുള്ള നെഗറ്റീവ് കമന്റ്സുകൾ നമ്മളെ സിനിമ കാണാതെ നമ്മളെ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാള് ചെയ്ത പോലെ അയാളങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവാം. അല്ലെങ്കിൽ എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ. നല്ല സിനിമയെ ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് താഴ്ത്തി കളയാനും പറ്റത്തില്ല, താഴ്ത്തി കളയുകയും ചെയ്യരുത്. കാര്യം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളും 36 വർഷത്തെ എൻ്റെ മോഹങ്ങളും എൻ്റെ മക്കളുടെ എൻ്റെ ഭാര്യയുടെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നമാണ് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന കൂടോത്രം. ഞങ്ങൾ അത്രയും മാത്രം അതിലെ ഇതിട്ടുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലും എന്നെ സഹായിച്ച ഒരുപാട് പേർക്ക് എനിക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ടും ഈ സിനിമ അത്രയും നല്ലതായതുകൊണ്ട് തന്നെയാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ ഉണ്ടായിക്കൊണ്ടുവരുമ്പോൾ ചെറിയ കുഞ്ഞു കാര്യങ്ങളിൽ കാന്തര പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കുഞ്ഞു കമൻസ് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഉറക്കം വന്നുപോയി. ഇത് സിനിമ കാണാണ്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പ്രവണത ഈ സിനിമയോട് മാത്രമല്ല ഒരു സിനിമയോടും കാണിക്കരുത്. കാര്യം 200 സിനിമകൾ ഇറങ്ങുമ്പോൾ 30-40 സിനിമകൾ ഹിറ്റാവുന്നുണ്ട്. ബാക്കി സിനിമകൾ ഹിറ്റ് ആവാണ്ട് പോകുന്നതല്ല. ഇതുപോലുള്ള കമന്റുകളും പ്രോപ്പറായിട്ട് പരസ്യം ചെയ്യാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നിർമ്മാതാക്കളുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. അവർ പോകുന്ന വഴി എന്ന് പറയുന്നത് പല ആൾക്കാരും അവരൊരു ലൈഫൊക്കെ എടുത്ത് നോക്കിയാൽ എന്താണ് അവർ ഏത് രീതിയിലേക്കാണ് എത്തുന്നതെന്നോടൊന്ന് നോക്കിയാൽ ഇങ്ങനെയുള്ള കമന്റ്സ് ഒന്നും വരത്തില്ല. ഇത്രയും പേർക്ക് തൊഴിലവസരങ്ങൾ, ഇത്രയും പേർക്കുള്ള കാര്യങ്ങൾ, നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഒരു ക്യാമറ പോലും വേണ്ട ഇല്ല. വെറുതെ ഒരു മൊബൈലിൽ എടുത്ത് ഇടുന്ന റിവ്യൂ എന്ന് പറയുന്നത് അതിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്താ പറയുക, ഞാനവരെ എന്താ പറയുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്ന. അതാ നമ്മളെ ശത്രുക്കളെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് അവരുടെ അടുത്ത് വൈരാഗ്യം വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോൾ അതവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ദ്രോഹിക്കരുത് ഒരിക്കലും. കൂമ്പൊടിച്ച് കളയുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഒരിക്കലും അങ്ങനെ ആരെയും കൂമ്പൊടിച്ച് കളയരുത്. അത് ഒരുപാട് കണ്ണീര് അവരറിയാതെ അവർ അനുഭവിക്കുന്ന വേദന ഭയങ്കരമാണ്. ആരെയും കൂമ്പൊടിക്കാൻ നിൽക്കരുതും. ദയവേത് നല്ല സിനിമകൾ ഒരിക്കലും മോശമാക്കി കളയരുത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് വിശ്വസിക്കുന്ന എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഞങ്ങൾ സിനിമ കാണാനിരുന്ന വെച്ചാണ് അങ്ങനത്തെ ഒരു അഭിപ്രായം വന്നുകൊണ്ട് കുറെ പേര് കണ്ടില്ല. അത് പക്ഷെ വീണ്ടും അഭിപ്രായം അറിഞ്ഞറിഞ്ഞ് കയറുമ്പോൾ അത് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ടാവാം. അത് സാറ്റലൈറ്റോ OTTയോ കളിക്കാണ്ട് അത് ഈ പേപ്പർ റിവ്യൂവും കാര്യങ്ങളുമായിട്ട് കുത്തനെ താഴെ പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ അപ്പൊ ദ്രോഹിക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള സ്വപ്നങ്ങളായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ 36 വർഷത്തെ എൻ്റെ സ്വപ്നവും എൻ്റെ ആഗ്രഹവുമാണ് ഇത്രയും വലിയൊരു കഥാപാത്രം. ദൈവം എനിക്ക് പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു കഥാപാത്രം, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അതിനെ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫാമിലി ആ ഒരു കഥയാണല്ലോ ഇത് പറയുന്നത്, ഈ ചിത്രം പറയുന്നത്. അപ്പോൾ ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് ഇവരിലേക്കൊക്കെ എത്തുന്നത്? ഈ കഥാപാത്രങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ സന്തോഷ് ഇടുക്കി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ റൈറ്റർ. അദ്ദേഹം ജസ്ബിൻ എന്ന് പറയുന്ന ക്യാമറാമാൻ കൂടെ ഈ സിനിമയുമായിട്ട് ഇതിന്റെ കഥയുമായിട്ട് എന്നെ വന്നപ്പോൾ എന്നെ ആകർഷിച്ച 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് വെള്ളിമല എന്ന് പറയുന്ന സ്ഥലം എനിക്ക് കാണണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായത്. ഞാൻ അവിടെ ഒരു 1400 സ്റ്റെപ്പുകൾ കയറി വേണം ഈ മേളിലെത്താൻ, മലയുടെ മേളിൽ. അപ്പോൾ അവിടത്തെ ഒരു 7 കുടുംബം ആണ് അവിടുത്തെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് ചുറ്റുവട്ടത്ത് കിടക്കുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും ഇടുക്കി എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് അങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ പ്ലേസുകളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ അവിടുത്തെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട കർഷകരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്, നന്മയുള്ള മനുഷ്യരാണ്. അപ്പോൾ അതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ എല്ലാവരും മലയാള സിനിമയിലുള്ള 32 ആർട്ടിസ്റ്റുകളാണ്.
എങ്ങനെ അവരിലേക്ക് ഓരോ കഥാപാത്രങ്ങളാക്കിയെടുക്കാം എന്നുള്ളത് എനിക്കധികം ചോയ്സിലേക്ക് പോകേണ്ടി വന്നിരുന്നില്ല. അവരാ കഥാപാത്രത്തിലേക്ക് അവർ ജീവിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് വെളിയനാട് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന പാസ്റ്ററിൻ്റെ ക്യാരക്ടർ ഉഗ്രൻ ആക്ടറാണ്. ശലിൻ കുമാർ ചെയ്തിരിക്കുന്ന MLA ഉണ്ട്. അതുപോലെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദിയ. ഇവരൊക്കെ ദിയയൊക്കെ മോഡേൺ കോസ്റ്റ്യൂം ഇട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കാരണം ഒരു വാവച്ചൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ട് ഇടുക്കിക്കാരത്തിയായിട്ട് അവർ ജീവിച്ചിരിക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന റൈച്ചൽ, നമ്മൾ പല സിനിമകളിലും 21-ാം നൂറ്റാണ്ടും കാവലിലും ഒക്കെ റൈച്ചലിനെ കണ്ടിരിക്കുന്ന മോഡേൺ കോസ്റ്റ്യൂമിലാണ്. പക്ഷെ അതിനകത്ത് തനി ഇടുക്കിക്കാരായിട്ട്, പക്ഷെ അവരെല്ലാം ആ ക്യാരക്ടറിലോട്ട് മാറി ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും പറയാനായിട്ടുള്ള എന്നെ സംബന്ധിച്ചുള്ള ഇത്. ഇപ്പോൾ അത് വീണ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇടുക്കിക്കാരത്തി അവർ പഞ്ചായത്ത് പ്രസിഡന്റ് തനി ഇടുക്കിക്കാരത്തിയാണ്. അങ്ങനെ പറയാവുന്ന ഒരുപാട് പേര്, ജോർജി, അങ്ങനെ ഡിനോയി, സായികുമാർ, അതുപോലെ നമ്മുടെ സുബീകോപ്പ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, വിനോദ് തൃക്കാക്കര, അങ്ങനെ എല്ലാവരും ആ ഒരു ഇടുക്കിക്കാർ ആയി എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളത്. പിന്നെ എൻ്റെ മക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് കൂടുതലും അവരെ കുറിച്ചാണ് പറയുന്നത്. 2 ട്വിൻസ് കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അവർ പ്ലസ് 2 പഠിക്കുന്ന നെടുങ്കണ്ടത്തുള്ള കുട്ടികളാണ്. ഞാൻ ഒരുപാട് പേരെ ഓഡിയേഷന് ചെയ്തിരുന്നെങ്കിലും ഇടുക്കിയുടെ ഒരു ടെറൈനുണ്ട്. ഇടുക്കിയുടെ ടെറൈനിൽ ആ കഥാപാത്രങ്ങൾ ഓടിപ്പോകുന്നത്, സ്കൂളിലോട്ടൊക്കെ പോകുന്നത്, മലയൊക്കെ ഇറങ്ങി ചാടി ഇറങ്ങിയൊക്കെ പോകുന്നത്. അത് വേറൊരു എറണാകുളത്തുള്ള കുട്ടികൾക്ക് അവിടെ വന്നിട്ട് അങ്ങനെ ഒരു ടെറൈനിൽ ഇടുക്കിക്കാരത്തിയായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സിനെയും എൻ്റെ ദൈവം എനിക്ക് കൊണ്ടെത്തിച്ച് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പോലും ഈ കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർ വേറൊരു ആർട്ടിസ്റ്റായിട്ട് നമുക്ക് തോന്നാറ്, അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വലിയ വിജയമായിട്ട് കാണുന്നത്. ഈ കഥയ്ക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇടുക്കിയുടെ ഒരു മനോഹാരിത കൂടെ മികച്ച രീതിയിൽ ഈ സിനിമയ്ക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഈ ഒരു ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ എങ്ങനെയാണ് നടന്നത്? അല്ല, ഞാൻ അതുപോലെ ഇതിനകത്ത് ഈ ഇടുക്കിക്കാരനായിട്ടുള്ള DOP ജിസ്ബിൻ, 2 DOPs ആണ് ഇതിനകത്തുള്ളത്. അതായത് ജിസ്ബിനും ഷിജിയും ആണ് ഇതിനകത്ത് DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ആ ഒരു ലൊക്കേഷനിൽ പോയി കണ്ടപ്പോൾ ഇതുവരെ സിനിമ കയറാത്ത ലൊക്കേഷനാണ്. കാരണം അവിടെ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്, അവിടെ യൂണിറ്റ് എത്തിപ്പെടുക എന്നുള്ളത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അവിടെ അത്രയും ലൈറ്റ്സുകൾ മേളിൽ കയറ്റുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള. അപ്പോൾ അതനുസരിച്ച് റിസ്ക് മീൻസ് നമുക്ക് ബഡ്ജറ്റും അതുപോലെ കയറുന്നതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറകളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും വലിയ സിനിമകൾ ഒക്കെ ചെയ്യുന്ന ആര്യ അലക്സ മിനി, അതുപോലെ ഫാൻറ്റം, ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ ക്യാമറാസും ലെൻസും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ക്യാമറ പോയി അവിടെ എത്തിപ്പെട്ട് ഷൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ച് വലിയ റിസ്ക് ആയിരുന്നു. കാര്യം വലിയ കൊക്കകളാണ്, പിന്നെ അതുപോലെ ഒരുപാട് സ്നേക്ക്, അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഏകദേശം ഒരു 50 ദിവസം അവിടെ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമ കാണുന്നവര്, പണ്ട് നമ്മൾ ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയിൽ ഗവി എന്ന് പറഞ്ഞ സ്ഥലം പലരും കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ്. ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ കൂടുതലും ഗവിയിലേക്ക് ടൂറിസ്റ്റുകൾ എത്തി. എന്ന് പറഞ്ഞ പോലെ ഇടുക്കിയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ സിനിമ കണ്ട് ഒരുപാട് പേര് ചെല്ലുന്നു എന്നാണ് അവിടെയുള്ള പ്രാദേശികവാസികൾ എന്നോട് പറയുന്നത്. ഈ ചിത്രത്തിനൊരു 2ാം ഭാഗം എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ സിനിമ നമ്മൾ ആദ്യം ഈ ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ ആയി വന്നതാണ്. അതായത് ഇതിനകത്തൊരു മിത്ത് കണക്റ്റായിട്ട് വീരമലയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കാട്ടിലെ ഒരു ട്രൈബലിൻ്റെ കിങ് ആയിരുന്നു. ആ ക്യാരക്ടറുടെ കണക്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് നമ്മൾ സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ മാർച്ച് ഏപ്രിലൂടെ അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി വരാൻ പോകുന്ന മറ്റു സിനിമകൾ ഏതൊക്കെയാണ്? അല്ല, ഞാനിത് 1.5 വർഷമായിട്ട് ഈ കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമയും അതിൻ്റെ ഡയറക്ഷനും വാവച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇപ്പോഴും എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒരുപാട് സിനിമകൾ വന്നെങ്കിൽ പോലും ഞാൻ ഈ ഒരു സിനിമ കഴിഞ്ഞു മതി എന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അതിൻ്റെ ഇടയിൽ ഒരുപാട് സിനിമകൾ ക്യാരക്ടർ റോളൊക്കെ ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. ഇപ്പോഴും തീരുമാനിച്ചില്ല എന്താണ് അടുത്ത നെക്സ്റ്റ് മൂവി എന്നുള്ള ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തുടർന്നും സംവിധാനം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ കൂടോത്രത്തിന്റെ 2ാം ഭാഗം വരുമ്പോഴും ഒരു സംവിധായകനായി എത്തുമോ ചിത്രത്തിൽ? അല്ല, കൂടോത്രം തീർച്ചയായിട്ടും അതിന്റെ സെക്കൻഡ് പാർട്ട് വീരമലയൻ എന്ന് പറയുന്ന സിനിമയാണ്. അതിപ്പോൾ നമ്മൾ വീരമലയൻ എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ തമിഴിൽ മാർച്ചിൽ നമ്മൾ കൂടോത്രത്തിന്റെ തന്നെ തമിഴ് വെർഷൻ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. മാർച്ച് ഒരു നല്ല ടൈം നോക്കണം. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടോത്രത്തിന്റെ തമിഴ് പാട്ട് കൂടെയാണ്. അതായത് തമിഴ് സംസാരിക്കുന്ന വാവച്ചനും
ക്യാരക്ടേഴ്സും അതിൻ്റെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളതിൻ്റെ മ്യൂസിക് ഗോപി സുന്ദർ 4 പാട്ടുകളുണ്ട്, വിജയ് യേശുദാസ് അടക്കം. പിന്നെ ഇതിൻ്റെ മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലോക കാന്താരയൊക്കെ മിക്സ് ചെയ്ത രാജകൃഷ്ണൻ ആണ്. അങ്ങനെ എൻ്റെ ഒരു ക്രൂ മലയാളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്നവരെല്ലാവരും. അതെ, ഈ പല വേദികളിലും മമ്മൂട്ടിയെക്കുറിച്ചും മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം ചെയ്യാനുള്ള ഒരു ആഗ്രഹമില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. എപ്പോഴും അതെ, മമ്മൂക്കയെടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഞാൻ മമ്മൂക്കയായിട്ടുള്ളൊരു ബന്ധം എന്നുള്ളത് ഒരു ആക്ടർ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു കുടുംബപരമായിട്ട് ഞാൻ എപ്പോഴും മമ്മൂക്കിനെ കുറിച്ച് പറഞ്ഞ മമ്മൂക്ക എൻ്റെ അച്ഛനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, സഹോദരനാണ്, നല്ല ഫ്രണ്ടാണെന്നൊക്കെ പറയാം. മമ്മൂക്കയെടുത്ത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. മമ്മൂക്ക തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ചെയ്തു തന്നതും കാര്യങ്ങൾ ചെയ്തതും. ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ നമ്മുടെ സപ്താ റെക്കോർഡ്സിൽ മമ്മൂക്ക വന്നിരുന്നു. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞൊരു വലിയ മഹാനായ നടനെ വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമല്ല. തീർച്ചയായിട്ടും നല്ല അങ്ങനെ ഒരു സബ്ജക്റ്റും കാര്യങ്ങളും മമ്മൂക്കയുടെ സമ്മതവും ഉണ്ടെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്തു എന്ന് മമ്മൂക്കൊക്കെ തോന്നിയാൽ ഉറപ്പായിട്ടും മമ്മൂക്ക എനിക്ക് ഡേറ്റ് തരും. മമ്മൂക്ക ആ സിനിമയിൽ അഭിനയിക്കുമെന്ന് എനിക്ക് അറിയാം. ഇനിയും പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ കൂടോത്രം എന്ന് പറയുന്ന സിനിമയിലെ ഞാൻ ചെയ്ത ഡയറക്ഷനും ആക്ടിങ്ങിനെ കുറിച്ച് എല്ലാവരും വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും മമ്മൂക്കയുടെ അടുത്തൊക്കെ എത്തണമെങ്കിൽ ഇനി എത്രയോ സിനിമകൾ നല്ലത് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നതും എൻ്റെ വിശ്വാസവും തന്നെയാണ്. പിന്നെ സിനിമയിലെ ശരി, അപ്പോൾ നമുക്ക് ഈ ഒരു അഭിമുഖം അവസാന ഒരു ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഈ കൂടോത്രം കാണാത്തവരോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെ പോയി ആ സിനിമ ആസ്വദിക്കണം? അല്ല, തീർച്ചയായിട്ടും ഒരു കാര്യം മാത്രമേ, കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയില് എല്ലാം ഉണ്ട്. അതായത് ഒരു സിനിമ കാണാൻ വരുന്ന ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഫാമിലിയോട് ഒരാൾക്ക് അതിൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്. അതൊരു മിത്ത് കണക്ട് ആവുന്ന സിനിമയാണ്. അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, ഒരു കഥയുണ്ട്, ഇമോഷണൽ കണക്റ്റ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അതിനേക്കാൾ ഉപരി നിങ്ങൾ 2 മണിക്കൂർ ഉള്ള സിനിമയിൽ നിങ്ങൾ മൊബൈലിൽ നോക്കിയിരിക്കില്ല. നിങ്ങളുടെ മൈൻഡ് ഈ സിനിമയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. നമുക്ക് ഇന്ന് പല സിനിമകളും കാണുമ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കും. ഈ സിനിമ കാണുമ്പോൾ ഞാൻ പല പ്രാവശ്യം കണ്ടുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് ഈ 2 മണിക്കൂറും കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയും വെള്ളിമല എന്ന് പറഞ്ഞ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുന്ന ആൾക്കാർ അവരെ ഫോളോ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അവർ വേറെ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്നുള്ള ഫീൽ അവർക്ക് ഉണ്ടാകും. മൊബൈൽ പോലും എടുക്കുന്നില്ല. ഇൻ്റർവെല്ലിന് ശേഷമൊക്കെയാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് മൊബൈൽ എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമ 2 മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഒരിക്കലും ഒരു നഷ്ടമാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 36 വർഷമായിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന നിങ്ങളുടെ ബൈജു ഏട്ടൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈജുവിനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. നല്ല പാട്ടുകളുണ്ട് ഇതിനകത്ത്, നല്ല പാട്ടുകളുണ്ട്. പാട്ടുകളൊന്നും നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാട്ട് പുറത്തു വിടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ സിനിമ ഒരിക്കലും മൊബൈലിൽ കാണുന്ന സിനിമയല്ല, വലിയ സിനിമയാണ്. കാര്യം ഇതൊരു മിത്ത് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നമ്മൾ VFXൻ്റെ ഒക്കെ ഒരുപാട് വിഷ്വൽ ഒരു നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇങ്ങനെയുള്ള സിനിമകൾ, ഇന്നത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ ഒരു 4 ആഴ്ചയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ OTTയിലോട്ട് പോകും. തിയേറ്ററിലേക്ക് വരുന്ന പണ്ട് 100 ദിവസം കാണുന്ന സിനിമകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സിനിമ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം പോയാൽ 25 ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ 8ാമത്തെ ദിവസം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പിന്നെ ചെയ്തിരിക്കുന്നതൊക്കെ എല്ലാം വലിയ തെലുങ്ക് സിനിമകളൊക്കെ, വലിയ ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിരിക്കുന്നവരാണ് ഇതിൻ്റെ പോർഷൻ എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. VFX പോർഷൻ ആവട്ടെ, അങ്ങനെ എല്ലാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും കാണണം എന്നുള്ള സപ്പോർട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക,
ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ 1.5 വർഷത്തെ ഒരു എഫർട്ട്, കാര്യം അതിനേക്കാൾ 36 വർഷത്തേക്ക് എല്ലാ സമ്പാദ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ വേണമെങ്കിൽ പറയാൻ, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നല്ല സിനിമയാണ്. ഒരിക്കലും മോശം സിനിമയല്ല, നല്ല സിനിമയാണ്. 2026 ദ ബെസ്റ്റ് സിനിമ എന്ന് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ദ ബെസ്റ്റ് സിനിമയാണ്. ഇതുപോലെ നെഗറ്റീവ് അഭിപ്രായം കേൾക്കാണ്ട് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല, ഇപ്പോൾ കാണുന്നവരെല്ലാം കമൻസ് എടുത്ത് നോക്കിയാൽ അറിയാം, നല്ല കമൻസാണ് എടുത്തിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എന്നെപ്പോലെ ഇത്രയും വർഷം തഴഞ്ഞിട്ടിരുന്ന, അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാണ്ട്, അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല കഥാപാത്രങ്ങൾ ഇയാളെ വിശ്വസിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞ കഥാപാത്രം കിട്ടാണ്ട് കടന്നുപോയ ഒരാളാണ്. അപ്പോൾ അത്രയും ഒരു പ്രേക്ഷകർ പറയുന്ന പോലെ വാവച്ചൻ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുന്നത് 1, 10, 100, 1000, 10,000 പേര് പറഞ്ഞാൽ പോരാ. എല്ലാവരും വന്ന് കണ്ട് വാവച്ചനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ഇയാൾ ഒരു ആക്ടറാണെന്ന് പറയണമെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വരണം. എന്തായാലും വളരെയധികം നന്ദി. താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 36 വർഷമായി ഈ സിനിമയിൽ സജീവമാകാൻ തുടങ്ങിയിട്ട് 300ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള കാലങ്ങളിലും നിരവധിയായിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്യാനും അഭിനയിക്കാനും അതുപോലെ തന്നെ കൂടോത്രത്തിന്റെ 2ാം ഭാഗം അത് വലിയ വിജയമായി തന്നെ മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും കൂടോത്രം തന്നെ വലിയ വിജയമാകട്ടെ. വളരെയധികം നന്ദി സിനിമാ തട്ടകത്തിന്റെ ഭാഗമായതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.